പിന്റു റൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ പങ്കാളി പുറത്തു പറയാൻ മടിക്കുന്ന എന്നാൽ മനസ്സിൽ സൂക്ഷിക്കുന്ന യഥാർത്ഥ ചിന്തകളും നിങ്ങളോടുള്ള അവരുടെ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള മനോഭാവവും എന്താണെന്ന് അറിയാനുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വേറൊന്നും കൊണ്ടല്ല, പലപ്പോഴും മനുഷ്യർ അവരുടെ മനസ്സിലുള്ളിലെ ഏറ്റവും തീവ്രമായ വികാരങ്ങളും ചിന്തകളും അതേപടി പുറത്ത് പ്രകടമാക്കണമെന്നില്ല. സ്നേഹമോ ഉത്കണ്ഠയോ അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ മടിക്കുന്ന പല പ്രത്യേക നിരീക്ഷണങ്ങളൊക്കെ അതിലുണ്ടാകും. ആ രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശാനാണ് നമ്മൾ ഇന്ന് ടാരോ കാർഡുകളിലൂടെ നോക്കുന്നത്. ഓക്കെ, ഇതൊരു ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആണ്. ജമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. നൈറ്റ് ഓഫ് സോർട്സ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു 3 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് നിങ്ങളുടെ പാർട്ട്ണറുടെ മനസ്സിൽ നിങ്ങളോട് പറയാതെ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന അവരുടെ മനസ്സിലെ രഹസ്യങ്ങൾ എന്താണ്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതി എന്താണ് എന്നതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, കാർഡ് ഇവിടെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് കിട്ടിയ കാർഡ്സ് എന്താണെന്ന് നോക്കാം. ഞാൻ കുറച്ചും കൂടി ക്ലോസ് ആക്കി വെച്ചിരിക്കുകയാണ് ഈ കാർഡുകളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന ജമ്പേഴ്സിന്റെ എനർജി എന്താണെന്ന് നോക്കിയിട്ട് കാർഡുകളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. 6 ഓഫ് പെന്റക്കിൾസ്, 5 ഓഫ് പെന്റക്കിൾസ്, 3 ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് വാണ്ട്സ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ഇവിടെ നമ്മൾ ഈ ജമ്പേഴ്സ് ആദ്യം തന്നെ നോക്കാമെന്ന് പറഞ്ഞതിന് കാരണം, ജമ്പേഴ്സ് എപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മൾ അർജന്റായിട്ട് അറിയണമെന്ന് വിചാരിച്ച് തരുന്ന സന്ദേശങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് വേഗത, ആവേശം അല്ലെങ്കിൽ ചിലപ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ എന്നിവയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എനർജിയെ സൂചിപ്പിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പാർട്ട്ണർ പുറത്ത് കാണിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. വലിയ തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ പെട്ടെന്ന് തുറന്നു പറയാനും അവർക്ക് ആഗ്രഹമുണ്ട്. വളരെ വ്യക്തവും നേരിട്ടുള്ളതുമായ ഒരു സമീപനമാണ് അവർ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ചില സമയങ്ങളിൽ അവർ വികാര വിചാരങ്ങളില്ലാതെ സംസാരിക്കുകയോ എടുത്തടിച്ച് സംസാരിക്കുകയോ അല്ലെ വാക്കുകൾ കൊണ്ട് നിങ്ങളെ അവർ പോലും അറിയാതെ വേദനിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനഃപൂർവമായിട്ടുള്ള ഒരു അവഗണനയോ അല്ലെങ്കിൽ പ്രവൃത്തിയോ അല്ല, അവരുടെ മനസ്സിലെ ചിന്തകളുടെ അമിതമായ വേഗത കൊണ്ടാണ് എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. അവർ TV കാണുമ്പോഴും അവര് റെസ്റ്റ് എടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലൊക്കെ ഇരിക്കുമ്പോഴും അവരുടെ മനസ്സിലെല്ലാം നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ, അവരെന്ത് കണ്ടാലും നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ അവരുടെ മൈൻഡിലേക്ക് സദാസമയവും ഓടിയെത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം 3 ഓഫ് സോർട്സ് വരുമ്പോൾ ഡീപ്പ് ഇഷ്യൂസും എന്തോ ഒരു ആഴത്തിലുള്ള എന്തോ ഒരു വിഷമവും ഒക്കെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ പണ്ടുണ്ടായ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം, പഴയ സങ്കടങ്ങളായിരിക്കാം, ഭയമായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലെ രഹസ്യ ചിന്ത എന്ന രീതിയിൽ നമ്മളിപ്പോ ചിന്തിച്ചാൽ, നിങ്ങളോട് പറയാത്തത് എന്താണെന്ന് ചിന്തിച്ചാൽ ഉള്ളിന്റെ ഉള്ളിൽ അവർ എന്തോ ഒരു വേദന പേറുന്നുണ്ട് എന്നാണ്. അത് നിങ്ങളുമായി ബന്ധപ്പെട്ട മുൻകാല തെറ്റിദ്ധാരണകളാകാം. ചിലപ്പോൾ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പഴയ ഏതോ ബന്ധത്തിൽ നിന്നുള്ള മുറിവുകളാകാം. വീണ്ടും ഹൃദയം തകരുമോ എന്നൊരു ഭയം അവർക്കുള്ളതായിരിക്കാം. അവർ അത് പുറത്തു കാണിക്കാതെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒളിപ്പിച്ചിട്ടുണ്ടാകാം. നിങ്ങളോടുള്ള മനോഭാവം നോക്കുമ്പോൾ നിങ്ങളോട് ആഴത്തിലുള്ള അടുപ്പമുണ്ടെങ്കിലും പൂർണ്ണമായി മനസ്സ് തുറന്നാൽ വീണ്ടും വേദനിക്കപ്പെട്ടാലോ എന്ന പേടി കാരണം അവർ ഒരു ചെറിയ അകലം സൂക്ഷിക്കുന്നുണ്ട് എന്നതാണ്. ഈ 2 കാർഡുകളും ഒരുമിച്ച് വായിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിലവിൽ വലിയൊരു മനസ്സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമാണ്. നൈറ്റ് ഓഫ് സോർട്സ് തരുന്ന എനർജി, രണ്ടും സോർട്സ് എനർജിയാണ്. നൈറ്റ് ഓഫ് സോർട്സ് പറയുന്നത് അവരുടെ ഉള്ളിലെ ആവേശവും കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തിടുക്കവും അതോടൊപ്പം വരുന്ന മൂർച്ചയേറിയ വാക്കുകളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡും ആണെങ്കിൽ 3 ഓഫ് സോർട്സ് അത് തുറന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തിടുക്കം കാട്ടിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ളൊരു പഴയകാല വേദനയോ തെറ്റിദ്ധാരണകളോ കാരണം അവർ അത്
ആ ഒരു വേഗതയെ തടഞ്ഞു നിർത്തുന്നു, സ്വയം നിയന്ത്രിക്കുന്നു എന്നതും ഇവിടെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ തിടുക്കത്തിൽ സംസാരിക്കുകയോ ചെയ്യുന്നത് അവരുടെ ഉള്ളിലെ ഭയത്തെ മറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീൽഡ് മാത്രമാണ്. നിങ്ങളോട് പറയണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും അത് ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ വരുമോ, പ്രശ്നം ഉണ്ടാകുമോ എന്ന ഭയം കാരണം അവർ പറയാതെ വെച്ചിരിക്കുന്ന ഒരു കാര്യം. അത് വേറൊന്നുമല്ല, അവരുടെ ഇൻസെക്യൂരിറ്റിയാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു മുറിവുകളാണ് എന്നതാണ്. ഓക്കെ, നമുക്കിവിടെ നമുക്ക് കാർഡ്സ് നമുക്ക് അടുത്തതായിട്ട് കിട്ടിയിരിക്കുന്നത്, ഇത് ജമ്പേഴ്സ് ആയിരുന്നല്ലോ, ഇതും കൂടെ നീക്കി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് പെന്റക്കിൾസ്, 5 ഓഫ് പെന്റക്കിൾസ്. കാണാമോ? ഞാൻ ഇവിടെ വെക്കാം. 6 ഓഫ് പെന്റക്കിൾസ്, 5 ഓഫ് പെന്റക്കിൾസ്, 3 ഓഫ് കപ്സ് ആൻഡ് 5 ഓഫ് വാൺസ്. ഇവയാണ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന ഈ കാർഡുകൾ നിങ്ങളോടുള്ള അവരുടെ ഒരു മനോഭാവം, രഹസ്യമായിട്ടുള്ള ചില താല്പര്യങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കണ്ട ഇവിടെ ആദ്യം നമുക്ക് ജമ്പേഴ്സ് ആയിട്ട് വന്ന നൈറ്റ് ഓഫ് സോർട്സും അതുപോലെ തന്നെ 3 ഓഫ് സോർട്സ് എനർജി ഉണ്ടല്ലോ, അത് നിങ്ങൾ പ്രണയിച്ച് നടക്കുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ഓൾറെഡി കമ്മിറ്റഡോ വിവാഹിതരോ ഒക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ സമാനമായ സാഹചര്യങ്ങളിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള എന്തോ ചില കൈപ്പേറിയ അനുഭവങ്ങൾ കാരണമുള്ള ഒരു ഭയമാണ് നിലവിലുള്ള എന്തോ ഒരു അകൽച്ചയെ നിങ്ങളെപ്പറ്റി അവർ ഓർക്കുന്നുണ്ടെങ്കിലും അവർക്ക് വിഷമമുണ്ടെങ്കിലും നിങ്ങളിലേക്ക് പെട്ടെന്ന് തിരിച്ചു വന്ന് പെട്ടെന്ന് ആക്ട് ചെയ്ത് ആ കാര്യങ്ങൾ സോൾവ് ചെയ്യാനാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും അവർക്ക് കഴിയാതെ പോകുന്നത് ആ ഭയം കൊണ്ടാണ്, അല്ലാതെ നിങ്ങളോട് കൊണ്ടൊന്നും അല്ല. പലപ്പോഴും അവർ പരുഷമായിട്ട് നിങ്ങളെ മൈൻഡ് ചെയ്യാതെ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവരുടെ മനസ്സിൽ ഏതു നേരവും നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമ്മൾ ഈ കാർഡുകളിലൂടെ കണ്ടത്. തുടർന്ന് വന്നിട്ടുള്ള എനർജി എന്ന് പറയുന്നത്, അതായത് ഈ കാർഡുകൾ എന്തായാലും ഉറപ്പായിട്ടും പറയുന്നത് പുറമെ എത്ര ഗൗരവക്കാരനായിട്ടോ അല്ലെങ്കിൽ ഗൗരവക്കാരായിട്ടോ മാന്യമായിട്ടൊക്കെ അഭിനയിച്ചാലും നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് ശക്തമായ ആകർഷണവും വികാരവുമുണ്ട്. പാഷനേറ്റ് അട്രാക്ഷൻ നിങ്ങളോടുണ്ട്. അതാണ് ഇവിടെ കിങ് ഓഫ് വാൺസ് എന്ന എനർജി കാണിക്കുന്നത്. ഈ ബന്ധത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനും നിങ്ങളെ സ്വന്തമാക്കാനും അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് നിർത്താനും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ലീഡറായിട്ട് നിൽക്കാനും അവർ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം 3 ഓഫ് കപ്സ് കൂടി വരുമ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളോടൊപ്പം പഴയ പോലെ പണ്ടത്തെ കാലത്തെ പോലെ ഒരു സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് നല്ലൊരു സുഹൃത്തിനെ പോലെ ചിരിച്ചു കളിച്ച് നടക്കാനും പഴയ പോലത്തെ സന്തോഷ നിമിഷങ്ങളിലേക്ക് തിരികെ പോകാനും ഒരു സെലിബ്രേഷൻ മൂഡ് പോലെ ഒരു ഹാപ്പി ആയിട്ടുള്ള കപ്പിളായിട്ട് മാറാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ അവർ നിങ്ങളോട് പറയാതെ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു രഹസ്യം നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവരുടെ ഉള്ളിലെ അരക്ഷിതാവസ്ഥയാണെന്ന് നമ്മൾ പറഞ്ഞു. അത് അടിവരയിടുന്ന കാർഡുകളാണ് ഈ 6 ഓഫ് പെന്റക്കിൾസും 5 ഓഫ് പെന്റക്കിൾസും കാണിക്കുന്നത്. അതായത് നിങ്ങൾ വിവാഹിതരോ അല്ലെങ്കിൽ പ്രണയത്തിലോ ഏത് രീതിയിലോ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആ വ്യക്തി വിചാരിക്കുന്നത് അവർ നൽകുന്നത്ര പരിഗണനയും സ്നേഹവും അവർക്ക് തിരികെ കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം രഹസ്യമായിട്ട് അവരുടെ മനസ്സിലുണ്ട്. നിങ്ങൾ അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലേ, ബഹുമാനിക്കുന്നില്ലേ, മാനിക്കുന്നില്ലേ, സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ ഒരു തോന്നൽ, അവർ അവഗണിക്കപ്പെടുകയാണോ എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു ഭയം അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെ തോന്നുന്ന സാഹചര്യത്തിലാണ് ഏതെങ്കിലും അകൽച്ചയിലിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ അവർ പെട്ടെന്ന് അവരുടെ ഒരു ഷെല്ലിലേക്ക് ഒതുങ്ങുകയും നിങ്ങളിൽ നിന്ന് മൗനം പാലിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇതിൽ കാണുന്നത് പോലെ അവരിങ്ങനെ മിണ്ടാതെ TV ഒക്കെ കണ്ടിരിക്കുന്നത് പോലെ ഒരു മൈൻഡും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ അവരുടെ മനസ്സിലൊക്കെ നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും, നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ തന്നെ ആയിരിക്കും. അപ്പോ തനിക്ക് അർഹമായ ശ്രദ്ധ ലഭിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ഒരുതരം ഒറ്റപ്പെടലാണ് അത്തരം പ്രവൃത്തികളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ഘട്ടത്തിലുള്ള ഏത് തരത്തിലുള്ള ബന്ധത്തിലാണെങ്കിലും നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് ആഴത്തിലുള്ള സ്നേഹവും വലിയ ആകർഷണവും ഉണ്ട്. എന്നാൽ വീണ്ടും വേദനിക്കേണ്ടി വരുമോ എന്ന പേടി കാരണം അവർ നിങ്ങളുടെ മുന്നിൽ അവരുടെ വികാരങ്ങൾ പൂർണ്ണമായും പുറത്തു കാണിക്കാതെ ഒരു സംരക്ഷണ കവചം തീർത്ത് അങ്ങനെ മൗനമായിട്ടിരിക്കുകയാണ്. അവരുടെ ഉള്ളിലെ ഭയവും രഹസ്യ ചിന്തകളും മനസ്സിലാക്കി പെരുമാറിയാൽ നിങ്ങളുടെ ബന്ധത്തിൽ വലിയൊരു മാറ്റവും സന്തോഷവും കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ഒരു എനർജി.
അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത അവർക്ക് വെറുതെ ഉണ്ടാവുന്നതാണോ? അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടുണ്ടാകും. നമ്മുടെ എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ അവർക്ക് ഇങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നത്? നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു വീഴ്ചയാണോ അവർ അങ്ങനെ ചിന്തിക്കാൻ കാരണമാകുന്നത്? നൈറ്റ് ഓഫ് കപ്സ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്താണ് അവരങ്ങനെ ചിന്തിക്കുന്നതിനിടയാകുന്ന യഥാർത്ഥ കാരണം? ഓക്കെ, ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി അവർക്ക് ഉണ്ടാകുന്നത്? അത് നിങ്ങളുടെ എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവരെ അവഗണിക്കുന്നത് കൊണ്ടാണോ, അതും അല്ലെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണയാണോ എന്ന് നമുക്ക് ആദ്യം അറിയേണ്ടതുണ്ടല്ലോ. എന്നാൽ മാത്രമല്ലേ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ നൈറ്റ് ഓഫ് കപ്സും 10 ഓഫ് കപ്സും ക്യൂൻ ഓഫ് വാൺസും ചേർന്ന് അതിന് നല്ലൊരു മറുപടി നമുക്ക് നൽകുന്നുണ്ട്. അതായത് നൈറ്റ് ഓഫ് കപ്സും 10 ഓഫ് കപ്സും പറയുന്നത്, നിങ്ങൾ അവരെ അവഗണിക്കുന്നത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ അവർക്കായി ആഴത്തിലുള്ള സ്നേഹമുണ്ട്. നിങ്ങളോടൊപ്പം ഒരു മനോഹരമായ ഭാവി, ഒരു കുടുംബം പടുത്തുയർത്താനാണ് നിങ്ങളുടെ പങ്കാളിയെ പോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നത്. അതായത് രണ്ടുപേരും ചേർന്ന് ഇവിടെ ഒരു പ്രപ്പോസ് ചെയ്യുന്ന ഒരു ഇത് കണ്ടില്ലേ, രണ്ടുപേർക്കും അതിൽ താല്പര്യമാണ്. ഈ എനർജി അതാണ് കാണിക്കുന്നത്. ഇതിൽ ഒരാള് അവഗണിക്കുന്ന അവസ്ഥയൊന്നുമില്ല. രണ്ടുപേരും നല്ല ഒരു സ്വപ്നം കാണുന്ന പോലെയുള്ള ഒരു സ്വപ്നത്തിൽ ഒരു എല്ലാവരുടെയും മനസ്സിൽ ഒരു ഡ്രീം ലവ് ഉണ്ടാവുമല്ലോ, അതുപോലെയുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ഇതിലൊരു കാര്യം അവരിങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹവും വികാരങ്ങളും വേണ്ടത്ര പുറത്ത് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു എക്സ്പ്രസീവ് അല്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അവരിങ്ങോട്ട് എന്തെങ്കിലും പ്രകടിപ്പിച്ചാൽ നിങ്ങൾ അത് സ്വീകരിക്കും. നിങ്ങളുടെ മനസ്സിൽ വലിയ താല്പര്യമാണ്, പക്ഷെ അവർക്ക് അത് അങ്ങോട്ട് എക്സ്പ്രസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളിൽ നിന്ന് അവർക്ക് അങ്ങോട്ട് അത് അനുഭവപ്പെടുന്നില്ല. നിങ്ങൾ അങ്ങനെ ഒരുപാട് പ്രകടിപ്പിക്കുന്നില്ല. അതാണ് അവരുടെ ഇൻസെക്യൂരിറ്റിക്ക് കാരണം. അവർക്ക് എപ്പോഴും മനസ്സിൽ തോന്നും, എനിക്കുള്ളത് പോലെയുള്ളൊരു താല്പര്യം അവർക്ക് തിരിച്ച് എന്നോട് ഇല്ലേ, എന്നെ അവർ അവഗണിക്കുകയാണോ, അവർക്ക് ചേരാത്ത ഒരാളാണ് ഞാനെന്ന് വിചാരിക്കുകയാണോ എന്നൊരു തോന്നൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് എപ്പോഴും നിങ്ങളുടെ ഒരു പെരുമാറ്റ രീതി കൊണ്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. അതായത് നിങ്ങൾ സ്വന്തം കാര്യങ്ങളിൽ, അതായത് നിങ്ങളുടെ കരിയർ, ജോലി, വ്യക്തിപരമായ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കൂടുതൽ ഒരു സ്വാതന്ത്ര്യത്തോടെ ഇൻഡിപെൻഡന്റ് ആയിട്ടും ഒക്കെ, അല്ലെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടെയും അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളോ, അല്ലെങ്കിൽ എപ്പോഴും ബിസി ആയിട്ടുള്ള ഒരാളോ, എപ്പോഴും തിരക്കുള്ള ആളുകളാണ്. നിങ്ങളുടെ കരിയറുമായിട്ടും നിങ്ങളുടെ പേഴ്സണൽ തിങ്സുമായിട്ടും നിങ്ങൾ വളരെ തിരക്കിലാണ്. ഇവിടെയാണ് പ്രശ്നം. നിങ്ങളുടെ ഈ ഉയർന്ന കോൺഫിഡൻസും സ്വതന്ത്രമായ സ്വഭാവവും കാണുമ്പോൾ ഇനി ഇവർക്ക് എന്റെ ആവശ്യമുണ്ടോ, ഇവരുടെ ജീവിതത്തിൽ എനിക്ക് വലിയ പ്രാധാന്യമില്ലേ, എന്നെ തീർത്തും ഒന്നിനും കൊള്ളില്ലാത്ത ഒരാളായിട്ടാണോ, അല്ലെങ്കിൽ ഇവർക്കൊരു നല്ല പങ്കാളിയായിട്ട് അവരെന്നെ കാണുന്നില്ലേ എന്നൊക്കെയുള്ള കുറെ ഇൻഫീരിയോറിറ്റി ആയിട്ടുള്ള കോംപ്ലക്സസ് എന്ന് തന്നെ നമുക്കതിനെ പറയാം. അങ്ങനെ നിങ്ങളുടെ പാർട്ട്ണറുടെ ഉള്ളിലൂടെ ഈ കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല അത്, നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അവർക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണയും മാത്രമല്ല, നിങ്ങളുടെ ഒരു പ്രകടനക്കുറവ്, ഇമോഷണൽ എക്സ്പ്രഷൻസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ കുറവാണ് അവർക്ക് കിട്ടുന്നത്. അതാണ് അവരുടെ ഭയത്തിന് കാരണമാകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? പങ്കാളിയുടെ ഈ തെറ്റിദ്ധാരണയും അരക്ഷിതാവസ്ഥയും മാറ്റാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. നിങ്ങളുടെ ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു തെറ്റോ കുറ്റമോ അവഗണനയോ ഒന്നും അല്ലല്ലോ. അപ്പോൾ യൂണിവേഴ്സ് ഒരു വഴി എന്തായാലും കാണിച്ചു തരാതിരിക്കില്ല. ഓക്കെ, ദ ഹെർമിറ്റ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ. ഇവിടെ ഒരു കാർട്ടും കൂടി ഫീൽ ചെയ്യുന്നുണ്ട്, അതും കൂടി എടുക്കാം. ദ ഹയറഫന്റ്. നല്ല എനർജിയാണ്. അതായത് നമ്മുടെ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകുന്ന എനർജിയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇത്തരത്തിലുള്ള ഭയവും തെറ്റിദ്ധാരണയും ഒക്കെ മാറ്റി ബന്ധം ശരിയാക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും നമുക്ക് ഈ കാർഡുകളിലൂടെ നോക്കാം. ഹെർമിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ അല്പം സമയം, അതായത് നിങ്ങളൊന്ന് കുറച്ചു സമയം തനിച്ചിരുന്ന് നിങ്ങളുടെ സ്വന്തം പെരുമാറ്റത്തെ ഒന്ന് ആത്മപരിശോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ നിങ്ങളൊന്ന് നോക്കുക.
പങ്കാളിക്ക് എപ്പോഴാണ് അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഏത് സമയത്താണ് അവർ ഇങ്ങനെ ഉൾവലിഞ്ഞ് പെരുമാറുന്നത്, ദേഷ്യപ്പെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവരോടൊപ്പം സംസാരിക്കുമ്പോൾ ക്ഷമയോടെ കേൾക്കുക. അവരെന്താണ് അവരുടെ ആ ഒരു ട്രിഗർ, അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊന്ന് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മളൊന്നൊരു ഡീപ്പായിട്ട് അതിലേക്ക് ഒന്ന് റിഫ്ലക്ട് ചെയ്യുക. ഇൻട്രോസ്പെക്ഷൻ ആൻഡ് സെൽഫ് ലവ്. അതോടൊപ്പം നിങ്ങളെ സ്നേഹിക്കണം. നമ്മൾ എത്ര പ്രൊഫഷണലിലും കരിയറിലും ഒക്കെ തിരക്കുള്ള ആളുകളായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു നല്ലൊരു ലവ് ലൈഫ്, അതുപോലെ തന്നെ അവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ എനർജി എന്തായാലും നിങ്ങൾ തമ്മിലുള്ള സ്നേഹം വളരെ നല്ലതാണെന്നും ഡീപ്പ് റൂട്ടഡ് ആണെന്നും പരസ്പരം താല്പര്യമാണെന്നും ഒക്കെ തന്നെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ അത് ഷെയർ ചെയ്യപ്പെടുന്നില്ല. സന്തോഷമാണെങ്കിലും സ്നേഹമാണെങ്കിലും പ്രകടിപ്പിക്കുമ്പോഴേ അത് ഇരട്ടിയാവുള്ളല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അതാവില്ല. നമുക്കും അതുകൊണ്ടൊരു ഗുണമില്ല. നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഇമോഷണലി അവര് വല്ലാത്തൊരു ഫറ്റീഗ് അവർക്ക് നമ്മൾ കാരണം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ ഭാഗത്തു നിന്നൊരു ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളതാണ്. എന്താണെന്ന് മനസ്സിലാക്കുക. എവിടെയാണ് നമ്മൾ അവരിൽ നിന്ന് മാറി നിൽക്കുന്നത്, അവരുമായിട്ട് അകന്നു നിൽക്കാൻ ഇടയാകുന്നത് എന്താണ് എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുകയും നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിക്കുകയും നിങ്ങളുടെ ഇമോഷനെ നിങ്ങളൊന്ന് കെയർ ചെയ്യുകയും മറ്റു തിരക്കുകളെല്ലാം വേണം. പക്ഷെ നിങ്ങളുടെ സ്വന്തം ഒരു ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൂടി നിങ്ങൾ കണ്ടെത്തണം. ആ ഒരു സ്പേസ് കൂടി നിങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. പിന്നെ ഇപ്പൊ എന്തൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ ചില സാഹചര്യങ്ങൾ, മോശമായ അവസ്ഥയോ അകൽച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും സ്ഥിരമല്ല. കാര്യങ്ങളൊക്കെ മാറാൻ പോവുകയാണെന്നാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഉറപ്പ് നൽകുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയൊരു ശ്രമം ഉണ്ടായാൽ ബന്ധത്തിന്റെ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവായ മാറ്റം താനെ സംഭവിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം, ഞാൻ എന്തിനാണ്, അവരല്ല എന്നോട് മോശമായിട്ട് പെരുമാറുന്നത്, അകൽച്ച കാണിക്കുന്നത്, ഷൗട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നത്. നിങ്ങളുടേതായ ഒരുപാട് വേർഷൻസ് ഒക്കെ ഉണ്ടാകും. അതൊന്നും നമുക്ക് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും സാഹചര്യമൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു എനർജി വെച്ചിട്ട് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് തന്നെയാണ്, നിങ്ങളെ ഏറ്റവും പ്രിയമുള്ള ആളുമാണ്. ഇവിടെ വേറെ ഒരു തരത്തിലുള്ള ഒരു വഞ്ചനയോ ചതിയോ വേറെ എന്തെങ്കിലും ഒരു കാര്യമോ ഒന്നും കാണുന്നില്ല. മനസ്സിലായോ? അപ്പോ അവർക്ക് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു, നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ആരെങ്കിലും കയറി, ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും കയറി ഇടപെടുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങളെ അവരിൽ നിന്ന് അകറ്റുന്നത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതെന്ന് തോന്നുന്നുണ്ട് എന്നാണ് നമുക്ക് ആദ്യം ഈ കാർഡുകൾ കണ്ടപ്പോൾ ഒരു ഫീല് കിട്ടിയത്. അങ്ങനെ ഒരു വൈബാണ് കിട്ടിയത്. അപ്പോൾ അവർക്ക് എന്താണോ നമ്മുടെ പങ്കാളിയാണല്ലോ, അപ്പൊ അവരുടെ ഇൻസെക്യൂരിറ്റി എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയല്ല എന്നൊരു ഉറപ്പ് അവർക്ക് നമ്മൾ നമ്മുടെ പെരുമാറ്റത്തിലൂടെ ഉണ്ടാക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോ പങ്കാളിക്ക് കൃത്യമായ ഉറപ്പും കമ്മിറ്റ്മെന്റും നൽകുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പരസ്പര ബഹുമാനം നിലനിർത്തുക. ഇവിടെ ഹയറോഫന്റ് കാർഡ് നോക്കൂ. ഇതിലപ്പുറം ഈ ഒരു റീഡിംഗിൽ വേറെ എന്ത് കാർഡാണ് കിട്ടേണ്ടത്? സിൻസിയർ ആൻഡ് മോഡസ്റ്റ് ലവ് ആണ്. നമ്മൾ പരസ്പരം വിവാഹത്തിൽ നിൽക്കുമ്പോൾ, ഇതൊരു പള്ളിയിൽ നിൽക്കുന്ന അൾത്താരയ്ക്ക് മുന്നിൽ വിവാഹത്തിനായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. അതിൽ പറയുന്ന ഒരു ഓത്ത് എന്താണ്? പരസ്പരം രണ്ടു പേരും മറ്റേയാളെ നമ്മുടെ പാർട്ട്ണറെ അറിഞ്ഞുകൊണ്ട് അയാളെ സംരക്ഷിച്ചു കൊള്ളാം, അയാൾക്ക് എന്നും കൂട്ടായി നിന്നുകൊള്ളാം എന്നുള്ള ഒരു ഓത്തല്ലേ അവിടെ നമ്മൾ എടുക്കുന്നത്. ആ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ നിലനിർത്തുക, പരസ്പര ബഹുമാനം നിലനിർത്തുക. ആവശ്യമെങ്കിൽ മുതിർന്ന ആരെങ്കിലും കുടുംബത്തിലെ, അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലുള്ളതോ നിങ്ങൾക്ക് വിശ്വാസ്യമുള്ളതോ ആയ ആരെങ്കിലും ഒരാളെ, മുതിർന്ന ആരെങ്കിലുമായിട്ട് ഉൾപ്പെടുത്തി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന എനർജി. അപ്പൊ നമുക്കിവിടെ പ്രധാനമായിട്ട് ഈ ഒരു എനർജി ഇങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു സംശയം എനിക്ക് തോന്നുന്നത്, അതായത് കരിയറിന് പുറകെ ഓടി നടക്കുന്നതും കുടുംബത്തിന് വേണ്ടിയിട്ടും രണ്ടുപേരുടെയും ഭാവിക്കൊക്കെ വേണ്ടിയിട്ടല്ലേ? അതിനിടയിൽ ഇത് മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുകയും അവഗണിക്കുകയും ചെയ്യുന്ന പാർട്ട്ണറിനെ നിങ്ങൾ എന്തിനാണ് വീണ്ടും സഹിക്കുന്നതെന്ന് നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ തോന്നാം. അതായത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ നിങ്ങളുടെ കരിയറിനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പെരുമാറ്റം, നിങ്ങൾ തിരക്കാണെന്ന് പറയുന്നത് തിരക്ക് നിങ്ങളുടെ കുടുംബത്തിനും കുട്ടികൾക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ഭാവിക്കും ഒക്കെ വേണ്ടി ആയിട്ടും ഒരു ഇൻഫീരിയോറിറ്റി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ ഇനിയും സഹിക്കാൻ കഴിയില്ല എന്നൊരു ചിന്താഗതി ചിലപ്പോൾ പലരുടെയും മനസ്സിൽ വന്നേക്കാം. ഇവിടെ വേറൊന്നുമല്ല, ആര് ജയിക്കണം ആര് വഴങ്ങണം എന്നതല്ല ഇവിടെ നമ്മൾ പറയാൻ, അല്ലെങ്കിൽ ഇതിലൂടെ കണ്ട ഒരു എനർജി. നിങ്ങൾക്ക് ഈ ബന്ധം നിലനിർത്താനും
രണ്ടു പേർക്കും സന്തോഷമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം മറ്റൊരു രീതിയിൽ ഞാൻ അങ്ങനെ വഴങ്ങേണ്ട, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇനി ഒരുപാട് സഹിച്ചിട്ട് ഇനിയും ഒരുപാട് അധ്വാനിച്ചിട്ട് ഒരുപാട് ഇൻപുട്ട് റിലേഷനിലേക്ക് കൊടുത്തിട്ട് ഒന്നും തിരിച്ചു കിട്ടാത്ത ഒരു അവസ്ഥ, മനസ്സിലാക്കുക പോലും ചെയ്യാത്തൊരു പാർട്ട്ണർ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നൊരു മെന്റാലിറ്റിയിലാണ് നിങ്ങളെങ്കിൽ, അവരോട് നിങ്ങൾക്ക് ഒട്ടും യോജിച്ചു പോകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിലേക്ക് ഒരു സൊല്യൂഷനിലേക്ക് പോകാനോ വഴങ്ങാനോ പരിഹാരം ഉണ്ടാക്കാനോ നടക്കണമെന്നില്ല. അത് നിങ്ങളുടെ താല്പര്യപ്രകാരം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല, എന്താണെന്നറിയില്ല ഈ ഒരു പെരുമാറ്റം ഉണ്ടാവുന്നത് എന്ന് വിചാരിക്കുന്ന, സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന, തിരക്കുകളുണ്ട്, അശ്രദ്ധമായിട്ട് അറിയാതെ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ പാർട്ട്ണർക്കുള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് എപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നതെങ്കിൽ അതിനൊരു പരിഹാരം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി, അതായത് ഇത് വേറെ കാര്യമൊന്നുമില്ല, എന്തുകൊണ്ടാണ് അവരിങ്ങനെ പെരുമാറുന്നത് എന്ന് നിങ്ങളിപ്പോ മനസ്സിലാക്കിയല്ലോ. അവരുടെ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് അവരുടെ ഒരു കുറവാണ്, മനസ്സിന് വന്നിട്ടുള്ള ഒരു കുറവാണ്. അപ്പൊ ആ കുറവ് പരിഹരിച്ച് എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ശരിയായിട്ട് നല്ല രീതിയിലേക്ക് ഒരു വൈബിലേക്ക് മാറും. ഇരു കൂട്ടർക്കും സന്തോഷത്തോടെ ജീവിക്കാമല്ലോ. ആ രീതിയിൽ എടുക്കുന്ന ആളുകൾക്കാണ് അത് അങ്ങനെ ഒരു അപ്രോച്ചിന്റെ ആവശ്യം വരുന്നുള്ളൂ. എന്തായാലും എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഭാവി എന്താണെന്നാണ് നൽകുന്ന സൂചന എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതെങ്കിലും ഈ റിലേഷൻ എങ്ങനെയായിരിക്കും ഭാവിയിൽ, ഇപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും റിലേഷൻഷിപ്പിന്റെ ഭാവി എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന ഈ ഉപദേശം ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം എടുക്കാനുള്ളതാണ്. കാരണം പങ്കാളിയുടെ പെരുമാറ്റത്തിന്റെ കാരണം എന്താണെന്നറിയാതെ വിഷമിച്ചിരുന്നവർക്ക് ഇപ്പോൾ ഒരു വ്യക്തത കിട്ടിക്കാണും. എന്തായാലും ആ കാരണം മനസ്സിലാക്കി ബന്ധം ശരിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ എനർജി സ്വീകരിച്ച് മുന്നോട്ട് പോകാം. എന്നാൽ ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ബാധകമല്ല, അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഇനി നിങ്ങൾ ഈ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറായാൽ യൂണിവേഴ്സ് ഈ ബന്ധത്തിന്റെ ഭാവിയെ കുറിച്ച് പറയുന്നത് എന്താണെന്നാണ് ഈ കാർഡുകൾ ഇവിടെ നമുക്ക് നൽകുന്ന സൂചന. അത് വളരെ പോസിറ്റീവും ശക്തവുമായ സൂചനയാണ്. നിങ്ങളുടെ ബന്ധത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ആ പഴയ സ്നേഹവും ഊർജവും, ആ പഴയ സ്പാർക്ക് തിരിച്ചു വരാൻ പോവുകയാണ് എന്നാണ് ഏസ് ഓഫ് വാൻസ് നൽകുന്ന ഉറപ്പ്. അത് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് വരാൻ പോകുന്ന അതിതീവ്രമായ ഇഷ്ടമായിരിക്കും, സ്നേഹമായിരിക്കും. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പരസ്പരം വിട്ടുപിരിയാൻ പറ്റാത്ത അത്രയും ശക്തമായ ബന്ധമുണ്ട് നിലവിൽ. പക്ഷെ ഉള്ളിൽ നെഗറ്റീവ് പാറ്റേൺസ്, ഒരു എൻട്രാപ്മെന്റ് ആണ്. പരസ്പരം വിട്ടുപിരിയാനൊന്നും പറ്റില്ലെങ്കിലും പരസ്പരം ഇങ്ങനെ പിടിച്ചു വെക്കുന്ന തരത്തിലുള്ള കുറെ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് രണ്ടുപേർക്കുണ്ട്. നെഗറ്റീവ് പാറ്റേൺസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണാം. അതായത് സംശയം, വാശി, ഈഗോ, തർക്കങ്ങൾ, ദേഷ്യം, അങ്ങനെ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും മുൻകൈ എടുത്ത് ഒഴിവാക്കിയേ മതിയാകുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും ഇതൊരു സൈക്കിൾ പോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ, റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വളരെ വേഗത്തിലായിരിക്കും സംഭവിക്കുന്നത്. ഇനിയിപ്പോ അകന്നു നിൽക്കുന്ന ആളാണെങ്കിൽ തന്നെ കമ്മ്യൂണിക്കേഷനോ മെസ്സേജോ അല്ലെങ്കിൽ ഒരു സംസാരത്തിനോ അവർ വിസിറ്റ് ചെയ്യാനോ അങ്ങനെ വളരെ പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനോ ഒക്കെയുള്ള വലിയ സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും വേഗത്തിലുള്ള ഒരു മെസ്സേജോ സന്ദർശനമോ അല്ലെങ്കിൽ സന്ദേശമോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം പെട്ടെന്നുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും എല്ലാം മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതും അറിയാനായിട്ട് താല്പര്യമാണ്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മെമ്പർഷിപ്പ് ബട്ടൺ കൂടിയുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് അനുയോജ്യമായ മെമ്പർഷിപ്പ് പ്ലാനുകളും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.